Hello guys and welcome back to Best Car Picks. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള 14 വാഹന നിർമ്മാണ കമ്പനികളെ പറ്റിയാണ്. ഇവിടെ നമുക്ക് ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കാണാൻ പറ്റും സാധാരണ ഉള്ളതുപോലെ തന്നെ. എന്തായാലും 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഇപ്രാവശ്യം ജീപ്പാണ്. ഈ ജീപ്പും സിട്രോയിനും 14th പൊസിഷന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മത്സരിക്കുന്നതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ജീപ്പ് മത്സരം ജയിച്ചു എന്ന് പറയും. ഏറ്റവും ലാസ്റ്റ് ജീപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 425 വണ്ടികളാണ് ജീപ്പിന് ലഭിച്ചത് ടോട്ടൽ സെയിൽസ്. ആൻഡ് മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2024 331 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്നത്. അതായത് 94 വാഹനങ്ങളുടെ വ്യത്യാസം 28.4% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡാറ്റ വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഈ കൂട്ടത്തിൽ സെക്കൻഡായിട്ട് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതൊക്കെ ഇവർക്കാണ്. പക്ഷെ എന്നാലും നമ്മൾ ബാക്കി സെയിൽസ് മാത്രം വെച്ച് നോക്കുന്ന സമയത്ത് മോശമായിട്ടുള്ള സെയിൽസ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയാം. ഇനി 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സിട്രോയിൻ ആണ്. സിട്രോയിൻ പക്ഷേ സെയിൽസിൽ ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ മാസം 1006 വണ്ടികളുടെ സെയിൽസ് ഇവർക്ക് കിട്ടി. ഫെബ്രുവരിയിൽ ജസ്റ്റ് 421 വണ്ടികളുടെ സെയിൽസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു സമയത്ത് ഇവരുടെ സെയിൽസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് പണി പാളിയെന്ന്. കാരണം 300, 400, 500 ഒക്കെ ആയിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. അതും അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ വണ്ടികൾ വിൽക്കുന്ന ഒരു കമ്പനി. ബഡ്ജറ്റ് റേഞ്ച് എന്ന് വെച്ചപ്പോൾ ജീപ്പൊക്കെ ഏകദേശം ഒരു 20 to 35 ലാക്സിനടുത്താണല്ലോ വണ്ടികൾ വിൽക്കുന്നത്. സിട്രോയിൻ പക്ഷേ 10 to 15 ലാക്സിൻ്റെ അകത്ത് തീർച്ചയായും വണ്ടികൾ വിൽക്കുന്ന ഒരു കമ്പനിയാണല്ലോ. അങ്ങനെ വെച്ച് നോക്കി പറഞ്ഞാണ്. എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ല. 585 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. 138.95% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ ഗ്രോത്ത് റേറ്റ് തീർച്ചയായും ഇത് തന്നെയാണ്. ഇനി അടുത്തതായി 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ നിസാനാണ്. നിസാന് കഴിഞ്ഞ മാസം 2701 വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത്. ഫെബ്രുവരിയിൽ 2755 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണെന്ന് പറയും. ഇവർക്കിപ്പോൾ കൺസിസ്റ്റൻസി കുറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആകെ ഒരു വണ്ടിയേ ഉള്ളൂ, അത് മാഗ്നൈറ്റ് ആണ്. അതിപ്പോൾ ഇങ്ങനെ വിൽക്കുക എന്നുള്ളൊരു മാത്രം. പിന്നെ ഇനിയിപ്പം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവരുടെ പുതിയൊരു വണ്ടി വരുന്നുണ്ട്. ഒന്നല്ല 2-3 വണ്ടികളൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വന്നാൽ മതി. എന്തായാലും മാഗ്നൈറ്റിൻ്റെ കേസിൽ ഇപ്പം വ്യത്യാസം വന്നിരിക്കുന്ന 54 വണ്ടികളുടെ ഡീഗ്രോത്ത് റേറ്റ് ആണ്. പക്ഷെ എന്നാലും ജസ്റ്റ് 1.96% ഡീഗ്രോത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. ഇനി അടുത്തതായി 11th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ സ്കോഡയാണ്. സ്കോഡയുടെ കഴിഞ്ഞ മാസത്തെ സെയിൽസ് 2802 വണ്ടികളുടെയാണ്. ആൻഡ് ഫെബ്രുവരിയിൽ 2254 വണ്ടികളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ 548 വണ്ടികളുടെ വ്യത്യാസവും 24.31% ഗ്രോത്ത് റേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു കമ്പനി സ്കോഡയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ടോട്ടൽ സെയിൽസിൻ്റെ കാര്യത്തിൽ നോക്കുമ്പം 3500 അടുത്തൊക്കെ അവർക്ക് ചില മാസങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് കുറവാണെന്ന് പറയാം. പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ ഈ വർഷം തുടങ്ങിയ ഒരു ഇതിൽ നോക്കുമ്പം ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിൽസ് ആണ് എന്നും പറയാം. പിന്നെ അവരിപ്പം വണ്ടികൾ ഇറക്കിയിട്ടും കുറച്ച് കാലമായല്ലോ, ഇനിയിപ്പോൾ കയ്യിലേക്കൊക്കെ വരണം. ഇനി അടുത്തതായി നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഫോക്സ് വാഗൻ ആണ്. ഫോക്സ് വാഗന് കഴിഞ്ഞ മാസം വലിയ കുഴപ്പമില്ലാത്ത സെയിൽ കിട്ടിയിട്ടുണ്ട്. 3529 വണ്ടികളുടെ. ഫെബ്രുവരിയിൽ 3019 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു അവർക്ക് കിട്ടിയത്. അതായത് 510 വണ്ടികളുടെ വ്യത്യാസവും 16.89% ഗ്രോത്ത് റേറ്റുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ സ്കോഡയുടെ സപ്പോമീറ്റർ SUV-യുടെ തന്നെ ചിലപ്പോൾ ഒരു ഫോക്സ് വാഗൻ വേർഷനും വരുമായിരിക്കും. അങ്ങനെയാണ് ഇവരിനി ഫോക്സ് വാഗൻ്റെ അതായത് ഇന്ത്യ 2.5 പ്രൊജക്റ്റിൽ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ കുറച്ച് EVs നമുക്ക് തീർച്ചയായും കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്കോഡയും ഫോക്സ് വാഗനും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് സെയിൽസ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വണ്ടികൾ ഇറങ്ങുന്നില്ല. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി റെനോ ആണ്. റെനോയ്ക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ച സെയിൽസ് 4225 വണ്ടികളുടെയാണ്. ഫെബ്രുവരിയിൽ 4080 വണ്ടികളുടെ സെയിൽസ് കിട്ടിയതാണ്. 145 വണ്ടികളുടെ വ്യത്യാസം 3.55% ഗ്രോത്ത് റേറ്റാണ് ഉള്ളത്. പറഞ്ഞു വരുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പം ഇവരുടെ പുതിയ ജനറേഷൻ ഡസ്റ്ററും അതിൻ്റെ 7-സീറ്റർ മോഡലും ഒക്കെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ നിസാൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഇനിയും സെയിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് 2025 വരും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി MG ആണ്. MGക്ക് കഴിഞ്ഞ മാസം 4648 വണ്ടികളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫെബ്രുവരിയിൽ 4532 വണ്ടികളുടെ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. 116 വണ്ടികളുടെ വ്യത്യാസം 2.56% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ വലിയൊരു ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിലും ഇവർക്ക് ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ സെയിൽസ് ഹോൾഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. 4000 മുകളിലൊക്കെ സെയിൽസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു നമ്പറാണ്. പ്രത്യേകിച്ച് ഇവർ പണ്ട് 2000, 3000 ആ ഒരു റേഞ്ചിലൊക്കെ കിടന്ന കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ MGയുടെ സെയിൽസ് നന്നായിട്ടുണ്ട് എന്ന് പറയാം. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ഹോണ്ടയാണ്. ഹോണ്ട പിന്നെ എലിവേറ്റൊക്കെ ഇറക്കി പിന്നെയും അവരുടെ സെയിൽസ് കുറച്ചും കൂടെ റീഗെയിൻ ചെയ്തു എന്ന് പറയാം. ഇടയ്ക്ക് വെച്ച് 4000, 5000 റേഞ്ചിലേക്കൊക്കെ പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണ്. കഴിഞ്ഞ മാസം 7071 വണ്ടികളുടെ സെയിലും ഫെബ്രുവരിയിൽ 7142 വണ്ടികളുടെ സെയിലുമാണ് ഹോണ്ടയ്ക്ക് ലഭിച്ചത്. ജസ്റ്റ് 71 വണ്ടികളുടെ വ്യത്യാസം 0.99% ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ ഉള്ളൂ. ഡീഗ്രോത്ത് ആണെങ്കിലും വലിയ ഡീഗ്രോത്ത് അല്ലാത്തതുകൊണ്ട് നമ്മളത് വലിയ രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല.
ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ കിയ ആണ്. കിയയും ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ ഇറക്കിയിട്ട് കുറച്ച് കാലമായി, പക്ഷേ അവരെന്തായാലും വണ്ടികളുടെ ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. എനിവേ കിയയ്ക്ക് കഴിഞ്ഞ മാസം 21,400 വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത്. ഫെബ്രുവരിയിൽ 20,200 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. 1,200 വണ്ടികളുടെ വ്യത്യാസം 5.94% ഗ്രോത്ത് റേറ്റുമാണ് കഴിഞ്ഞ മാസം കിയയ്ക്ക് വന്നിരിക്കുന്നത്. പൊതുവേ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കാരണം 6th പൊസിഷനിലൊക്കെ ഇവർക്ക് ടോട്ടൽ സെയിൽസ് വെച്ച് നോക്കുമ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഫ്യൂച്ചറിൽ ഇവർ പുതിയ വണ്ടികളൊക്കെ ഇറക്കാം, അതുകൊണ്ട് സെയിൽസ് ഇനി കൂടാതിരിക്കുന്നില്ല. അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ടൊയോട്ടയാണ്. ടൊയോട്ടയ്ക്ക് കഴിഞ്ഞ മാസം 25,119 വണ്ടികൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു നമ്പറാണ് എന്ന് പറയാം. ഫെബ്രുവരിയിൽ 23,300 വണ്ടികൾ സെയിൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. 1,819 വണ്ടികളുടെ വ്യത്യാസവും 7.81% ഗ്രോത്ത് റേറ്റും കിട്ടിയിട്ടുണ്ട്. ഈ വ്യത്യാസം പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര പ്രോമിനൻ്റ് ആയിട്ട് തോന്നില്ലായിരിക്കും, പക്ഷെ എന്നാൽ ശരിക്കും അത്യാവശ്യം നല്ലൊരു വ്യത്യാസവും ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ ടൊയോട്ടയ്ക്ക് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇവരിപ്പോൾ ജസ്റ്റ് നമ്മുടെ മാരുതിയുടെ വണ്ടികൾ എടുത്ത് റീബാറ്റ് ചെയ്യുന്നുള്ളൂ. ഈ അടുത്ത ടൈസറൊക്കെ ഇറങ്ങിയായിരുന്നു. ഇന്റർനാഷണലി വരുന്ന ടൊയോട്ടയുടെ കൊറോള ക്രോസ് ബേസ്ഡ് ആയിട്ടുള്ള SUV അവർ ഇന്ത്യക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തായാലും ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി അതും വരാൻ പോകുന്നില്ല. ഇനി അടുത്ത കമ്പനി മഹീന്ദ്രയാണ്. മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞ മാസം 40,631 വണ്ടികളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ 42,401 വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത്. അതായത് 1,770 വണ്ടികളുടെ വ്യത്യാസവും 4.17% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. മഹീന്ദ്രയുടെ സെയിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 40,000 അടുത്ത് കോൺസ്റ്റന്റ് ആയി. പണ്ടൊക്കെ ഏകദേശം 1-2 വർഷം മുമ്പൊക്കെ ടാറ്റയാണ് ഈ ഒരു 40,000 റേഞ്ചിൽ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മഹീന്ദ്ര ആ സമയത്ത് 30-35 ഉണ്ടായിരുന്ന 40,000 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ടാറ്റയുടെ റേഞ്ച് അതിൽ മുകളിലേക്ക് പോയിട്ടുമുണ്ട്. കാരണം 3rd പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ടാറ്റയാണ്. ആൻഡ് അവർക്ക് കഴിഞ്ഞ മാസം 50,105 വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത്. ടാറ്റയുടെ റേഞ്ച് ഇപ്പം ഏകദേശം 50,000 അടുത്താണ്. അവരുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ അത്രയും അവരിപ്പം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർക്ക് ഫെബ്രുവരിയിൽ കിട്ടിയ സെയിൽസ് 51,270 ആണ്. അതായത് 1,165 വണ്ടികളുടെ വ്യത്യാസവും 2.27% ഡീഗ്രോത്ത് റേറ്റുമാണ് ടാറ്റയ്ക്ക് വന്നിരിക്കുന്നത്. സംഭവം ഡീഗ്രോത്ത് ആണെങ്കിലും മഹീന്ദ്രയുടെ ആണെങ്കിലും ടാറ്റയുടെ ആണെങ്കിലും കേസിൽ വളരെ മിനിമലായിട്ട് ഡീഗ്രോത്ത് വന്നിട്ടുള്ളൂ. ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് തന്നെയാണ് ഇവർക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതായി 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായും ടാറ്റയും നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കഴിഞ്ഞ മാസം ഹ്യുണ്ടായിക്ക് 53,001 വണ്ടികളുടെ സെയിൽസ് ആണ് കിട്ടിയത്. ടാറ്റയ്ക്ക് നേരത്തെ പറഞ്ഞല്ലോ 50,105, അത്രയും വ്യത്യാസമുള്ളൂ, 3,000 ഈവൻ നമ്മൾ ഫെബ്രുവരി സെയിൽസ് നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായിക്ക് 50,201 ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഫെബ്രുവരി മാസത്തിൽ ഹ്യുണ്ടായി ടാറ്റ ഓവർടേക്ക് ചെയ്ത് 2nd പൊസിഷനിൽ എത്തിയായിരുന്നു. ഇവിടെ ഇപ്പം ഇവരുടെ വ്യത്യാസം വന്നിരിക്കുന്ന 2,800 വണ്ടികളുടെ 5.58% ഗ്രോത്ത് റേറ്റുമാണ് സെയിൽസിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായിക്ക് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്നത്. എഗെയിൻ ഇപ്പോൾ ഹ്യുണ്ടായും ടാറ്റയും നമ്മൾ 2nd പൊസിഷന് വേണ്ടി മിക്ക മാസവും ഒരു മത്സരത്തിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അടുത്തതായി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി എപ്പോഴത്തെയും പോലെ നമ്മുടെ മാരുതി സുസുക്കി തന്നെയാണ്. കഴിഞ്ഞ മാസം 1,52,718 വണ്ടികളുടെ സെയിൽസ് ആണ് ഇവർക്ക് കിട്ടിയത്. ഫെബ്രുവരിയിൽ 1,60,272 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു വന്ന്. 7,554 വണ്ടികളുടെ വ്യത്യാസവും 4.71% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. സംഭവിക്കാൻ ഡീഗ്രോത്ത് ആണെങ്കിലും വലിയ ഡീഗ്രോത്ത് വന്നിട്ടില്ല എന്ന് പറയാം. പക്ഷേ 1,60,000 നിന്ന് 1,50,000 റേഞ്ചിലേക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കമ്പനികളുടെ എണ്ണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.